പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞായർ പള്ളിക്കൂടത്തിൻ്റെ 250 ഞായർ ദിനമാണ്. 250 ഞായർ ദിനം. 250 പഠനങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ഇന്ന്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം. ആദ്യം മുതൽ ഇത് ആരംഭിക്കുന്ന സന്ദർഭം മുതൽ ഈ 250 എപ്പിസോഡ് വരെ ഇതിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം, ചാച്ചൻ സന്തോഷാണ്. നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. സന്തോഷിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ ഒരു സംഘമായി അധ്വാനിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇതെല്ലാം ക്രമീകരിക്കുന്നതിന്, സംവിധാനം ചെയ്യുന്നതിന്, വളരെ മികവോടുകൂടെ ആവിഷ്കരിക്കുന്നതിന്, സാങ്കേതികമായി കുറവില്ലാതെ അവതരിപ്പിക്കുന്നതിന് ചാച്ചൻ സന്തോഷ് കാണിക്കുന്ന ഉത്സാഹവും കുഞ്ഞുങ്ങളോടുള്ള അത്യധികമായ സ്നേഹവും സമർപ്പണവും തീർച്ചയായും ദൈവം ചാച്ചൻ സന്തോഷിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് 250 എപ്പിസോഡ് ഒരു പാഠം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അക്ഷരം എന്നാണ്. അക്ഷരം. ആ അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അക്ഷരമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എന്നാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ മലയാളത്തിൽ അക്ഷരം എന്ന വാക്കിന് ഒരു സമർത്ഥമായ ഒരു അർത്ഥമുണ്ട്. അത് നമ്മളെ വളരെ സന്തോഷിപ്പിക്കും. ക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷയം എന്ന് ധ്വനി. അതിന് തൊട്ടു മുമ്പിൽ ആ എന്ന നിഷേധ ശബ്ദം വരുമ്പോൾ നേരെ വിപരീതമായ അർത്ഥമാണ്. എന്താണ് അർത്ഥം? ക്ഷ അല്ലാത്തത്. അക്ഷയം എന്നാണ്. ക്ഷയിച്ചു പോകാത്തത്, പൊലിഞ്ഞു പോകാത്തത്, നശിച്ചു പോകാത്തത്, അനശ്വരമായത് എന്നൊക്കെ അതിനർത്ഥം കൊടുക്കാൻ കഴിയും. ര എന്ന ഒടുവിലത്തെ ശബ്ദം സൂചിപ്പിക്കുന്നത് പ്രകാശമാണ്, രശ്മി, പ്രകാശം. അപ്പോൾ അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം പൊലിഞ്ഞു പോകാത്ത പ്രകാശം എന്നാണ്, പൊലിയാത്ത പ്രകാശം. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം പൊലിയാത്ത പ്രകാശം. എന്താണ് ഈ പൊലിയാത്ത പ്രകാശം? പൊലിയാത്ത പ്രകാശം, ഒരിക്കലും നശിച്ചു പോകാത്ത പ്രകാശം, നിത്യപ്രകാശമായത് ദൈവമാണ്. ഞാനിതിനു മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ദൈവം, ദേവശബ്ദം ഫെയോസ് എന്ന് ഗ്രീക്കിൽ, ഡെയ് എന്ന് ലത്തീനിൽ, അങ്ങനെ സംസ്കൃതത്തിൽ ദൈവം, ദേവൻ, ദേവി, ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രകാശമെന്നാണ്. ദൈവം പ്രകാശമാണ്. അപ്പോൾ അക്ഷരം യഥാർത്ഥത്തിൽ ആരാണ്? ദൈവം തന്നെയാണ്. പൊലിഞ്ഞു പോകാത്ത പ്രകാശം ദൈവം തന്നെയാണ്. അപ്പം നമ്മളോ കാണപ്പെടുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങളാണ്. ദൈവമകനാണ്, ദൈവമകളാണ്, ദൈവ പൈതലാണ് നാം ഓരോരുത്തരും. അപ്പോഴാരാണ്? അക്ഷരമാണ് നമ്മൾ ഓരോരുത്തരും. അക്ഷരം എന്ന ആൽഫബറ്റ് മാത്രമല്ല, ആ അക്ഷരം എന്ന വാക്കിലൂടെ ധ്വനിക്കുന്നത് പൊലിയാത്ത പ്രകാശം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവ് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ. ഒരു വലിയ സൂചനയാണ് ഇത് നൽകുന്നത്. അക്ഷരം നമ്മൾ പഠിക്കുകയാണ്. അതൊരു വെളിച്ചമാണ്, അറിവിൻ്റെ വെളിച്ചമാണ്.
എന്നാൽ അതിൻ്റെ പൂർണ്ണത, അറിവിൻ്റെ പൂർണ്ണത ദൈവത്തെ നമ്മൾ അറിയുമ്പോഴാണ്. ദൈവത്തെ പോലെ നമ്മൾ ആകുമ്പോഴാണ് അറിവിൻ്റെ പൂർണ്ണത, ജീവിതത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പള്ളിക്കൂടം, അക്ഷരം അവിടെ നിന്നാണല്ലോ ഗ്രഹിക്കുന്നത്. പള്ളിക്കൂടം അക്ഷരമുറ്റമാണ്. അവിടെ ദൈവമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദേവീദേവന്മാരാണ്. ദേവാലയം വെളിച്ചത്തിൻ്റെ ആലയമാണ്. അവിടെ പൊലിഞ്ഞു പോകാത്ത പ്രകാശമായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളായ നാം ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൊലിയാത്ത പ്രകാശമായ ദൈവത്തെ നമ്മൾ നേർക്കുനേർ കാണുകയാണ്, ബന്ധപ്പെടുകയാണ്. ഇങ്ങനെ ഒരു വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് അക്ഷരം. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ, ഈ ഞായർ പള്ളിക്കൂടത്തിലെ എല്ലാ പാഠങ്ങളും ആത്യന്തികമായി പൊലിയാത്ത പ്രകാശമായ ദൈവത്തെങ്കിലേക്ക് നമ്മളെ നടത്തണം, നയിക്കണം. നമ്മളും ഒരിക്കലും അണഞ്ഞു പോകാത്ത പ്രകാശമായി ദൈവസന്നിധിയിൽ നിന്നുകൊള്ളണം. നമ്മളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട്, പൊലിഞ്ഞു പോകാത്ത പ്രകാശമായ ദൈവത്തെ നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, അക്ഷരം, പൊലിയാത്ത പ്രകാശം, പൊലിയാത്ത പ്രകാശമായ ദൈവം, പൊലിയാത്ത പ്രകാശത്തിൽ പങ്കുകൊണ്ട് പ്രകാശത്തിൻ്റെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളായ നാം ഓരോരുത്തരും. എത്ര സുന്ദരമായ ഒരു സങ്കല്പമാണിത്! എത്ര സുന്ദരമായ അനുഭവമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞായർ പള്ളിക്കൂടത്തിൻ്റെ 250-ാം എപ്പിസോഡിൽ ഇന്ന് നിങ്ങൾ സംബന്ധിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ കൃപ എന്നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.